കോട്ടയം മെഡിക്കൽ കോളേജിൽ 6 മാസത്തേക്ക് ട്രെയിനിയായി ജോലി ചെയ്യുന്നതിന് ഒരു നേഴ്സിന് 3000 രൂപ അങ്ങോട്ട് കൊടുക്കും. കുട്ടികളുടെ സമരത്തെ തിരിഞ്ഞു നോക്കാതെ നമ്മുടെ ഈ പല്ലക്കിൽ രാജപുത്രന്മാർ നടക്കും പോലെ നടന്നു പോകുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം. മാർഗരറ്റ് താച്ചർ പദ്ധതികൾ, നയങ്ങൾ നടപ്പാക്കുന്ന രാഷ്ട്രീയ നേതാവിന്റെ പേര് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഈ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ പേര്. അവിടെ പണിയെടുക്കുന്ന നേഴ്സുമാരുടെ, ANMമാരുടെ, മറ്റു തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാകണം. അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. മാനസികമായി നിങ്ങളുടെ ഒപ്പം ഞാനുണ്ട്. നിങ്ങളുടെ എന്ത് നിയമപ്രശ്നത്തിനും, എന്നാലാവാവുന്ന എന്താവശ്യത്തിനും I will be with you. On the 5th of October 1789, housewife or fishwives were marched from Paris to the Palace of Versailles in France. Their demand or the reason for their march was ബ്രെഡ് കിട്ടാനില്ല, ഭക്ഷണങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള mere existence was in question. So these women, the working class women, took to the street and marched to the Palace of Versailles. ഫ്രഞ്ച് റവല്യൂഷനിൽ വളരെ കൃത്യമായി, ഇമ്പോർട്ടൻ്റ് ആയും വളരെ റിലവൻ്റ് ആയ ഒരു സംഭവമാണിത്. അതുപോലെ തന്നെ ബ്രിട്ടനിൽ 1980 നമ്മുടെ ഈ മൈൻ വർക്കേഴ്സിന്റെ സ്ട്രൈക്ക്, ജീവിക്കാൻ ഒരു അതായത് പ്രൈസ് റൈസ്, പ്രൈവറ്റൈസേഷൻ, പബ്ലിക് സെക്ടറിൽ ഉണ്ടായിരുന്ന മൈനെയെല്ലാം മാർഗരറ്റ് താച്ചർ തീർത്ത് കളയുന്നു. മീൻസ് ക്ലോസ് ചെയ്ത്, നോൺ പ്രോഫിറ്റബിൾ ആയ മുഴുവൻ ക്ലോസ് ചെയ്ത് കളയുന്നു. പ്രൈവറ്റ് സെക്ടറിൽ എൻട്രൻസ് കൊടുക്കുന്നു. ഏതാണ്ട് നമ്മളിപ്പോൾ കേരളത്തിൽ കാണുന്നത് ഒരു മാർഗരറ്റ് താച്ചർ നയമാണ്. കേരളത്തിലെ ഈ നേഴ്സുമാർ കുട്ടികൾ നടത്തുന്ന ഈ സമരം എന്തുകൊണ്ടാണ് കൃത്യമായ ജനശ്രദ്ധ പിടിച്ചു പറ്റാത്തത്, അല്ലെങ്കിൽ മീഡിയ അറ്റൻഷൻ പിടിക്കാത്തത് എന്നുള്ള എനിക്ക് വലിയ ആശയമുണ്ട്. വലിയ ആശങ്കയുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെതായ ഒരു റിസർച്ച് നടത്തി. കോട്ടയം മെഡിക്കൽ കോളേജിൽ 6 മാസത്തേക്ക് ട്രെയിനിയായി ജോലി ചെയ്യുന്നതിന് ഒരു നേഴ്സിന് 3000 രൂപ അങ്ങോട്ട് കൊടുക്കണം. നമുക്കറിയാം, കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് കെയർ സെക്ടർ യൂറോപ്പിലേതിലും മികച്ചതാണ് എന്ന് പ്രചണ്ഡമായ പ്രചരണം നടത്തുന്ന ഒരു സർക്കാരിന്റെ അറിവില്ലാതെ എന്നാണെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിൽ 6 മാസത്തേക്ക് 3000 രൂപ അങ്ങോട്ട് കൊടുത്ത്, ഈ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ പേര്. അതായത് ഈ 3000 രൂപ 6 മാസം അങ്ങോട്ട് കൊടുത്ത് ഒരു രൂപ കിട്ടാതെ, അവർക്ക് ബേസിക് ആയിട്ട് ഉള്ള നിലനിൽപ്പിന് പോലും, വണ്ടിക്കൂലി പോലും കൊടുക്കാതെ 6 മാസം ഈ കുട്ടികളെ ഇട്ട് പണിയിച്ചിട്ട്, യാതൊരു പണവും കൊടുക്കാതെ, ഒരു പൈസ കൊടുക്കാതെ കാശ് അങ്ങോട്ട് വാങ്ങി ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നത്, എൻ്റെ വളരെ ചെറുപ്പത്തിൽ ഞാൻ പടിഞ്ഞാറൻ മേഖലയിൽ, കോട്ടയം ജില്ലയിൽ പടിഞ്ഞാറൻ മേഖലയിൽ ആർപ്പുകര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. അവിടെ എൻ്റെ വളരെ ചെറുപ്പകാലത്ത് പാടത്ത് പണിയെടുക്കുന്ന സ്ത്രീകൾ, ആ സ്ത്രീകൾക്ക് കൃത്യമായി 4 മണിക്ക് പണി നിർത്തുമ്പോൾ കൊടിയുമായി വരുമായിരുന്നു ഈ ഭരിക്കുന്ന പാർട്ടി. അവരെ കൃത്യസമയത്ത് പാടത്തു നിന്നും പണി കഴിഞ്ഞ് അവരെ കയറ്റിവിടാൻ ഇന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ അന്നത്തെ നേതാക്കൾ കൊടിയുമായി വരുന്നത്. അവരെ കണ്ടത്തിൽ ഏത് സമയത്ത് പണിയുന്ന സമയത്തും, ഏത് സമയത്ത് പണി എപ്പോൾ തീരും
എത്ര അവേഴ്സ് വർക്ക് ചെയ്യണം, അതിലെന്തോരം ബ്രേക്ക് ഉണ്ട്. ഈ സമയങ്ങളിലെല്ലാം കൃത്യമായി പാടത്ത് പണിതിരുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംരക്ഷകരായി നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതാണ് ആ കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത്. ഇന്നിപ്പോ രാവിലെ ഞാൻ ഏറ്റു വന്നപ്പോ കണ്ട ഒരു വീഡിയോ, ഒരു രാജസിംഹാസനത്തിലൂടെ ഒരു മന്ത്രിപുത്രൻ അല്ലെങ്കിൽ ഒരു ക്രൗൺ പ്രിൻസ് യാത്ര ചെയ്യുകയാണ്. അതിന്റെ സൈഡിൽ കുറെ ആളുകൾ ഇരുന്ന് സമരം ചെയ്യുകയാണ്. എന്തിനാ സമരം ചെയ്യുന്നറിയോ? മിനിമം വേജ് കിട്ടാൻ വേണ്ടി സമരം ചെയ്യുന്ന കുട്ടികളുടെ സമരത്തെ തിരിഞ്ഞു നോക്കാതെ നമ്മുടെ ഈ പല്ലക്കിൽ രാജപുത്രന്മാർ നടക്കും പോലെ നടന്നു പോകുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം. ഈ പ്രൈവറ്റ് മേഖലയിൽ കുട്ടികൾക്ക് ശമ്പളം 10,000 രൂപയും 15,000 രൂപയുമാണ് കൊടുക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ. എനിക്ക് നമ്മളുടെ സമൂഹത്തോട് ചോദിക്കാനുള്ളതും നമ്മുടെ കേരളത്തിന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോട് ചോദിക്കാനുള്ളത്, ഞാൻ നേഴ്സുമാർക്ക് വേണ്ടി ഇവിടെ ഒത്തിരി രാഷ്ട്രീയ പോരാട്ടവും അതോടൊപ്പം തന്നെ നിയമ പോരാട്ടവും നടത്തുന്ന ഒരാളാണ്. ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന, നടത്തിപ്പത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. 15,000 രൂപ ശമ്പളം കൊടുക്കുന്ന ഒരു കുട്ടി എങ്ങനെയാണ് കേരളത്തിൽ നിന്നും വിട്ടു പോരാതിരിക്കുന്നത്? ഇവരെങ്ങനെ ജീവിക്കും 10,000 രൂപ കൊണ്ട്? കേരളത്തിൽ ചെറിയ പ്രൈവറ്റ് സെക്ടർ ഇതുപോലെ ബൂം ചെയ്യുകയാണ്. പ്രൈവറ്റ് സെക്ടറിനെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. മാർഗരറ്റ് താച്ചർ കഴിഞ്ഞാൽ മാർഗരറ്റ് താച്ചറിനെ അതുപോലെ മാർഗരറ്റ് താച്ചർ പദ്ധതികൾ, നയങ്ങൾ നടപ്പാക്കുന്ന രാഷ്ട്രീയ നേതാവിന്റെ പേര് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇത് തന്നെയാണ് മാർഗരറ്റ് താച്ചർ ഈ ബ്രിട്ടനിൽ ചെയ്തത്. പ്രൈവറ്റ് സെക്ടറിനെ അഴിച്ചുവിടുകയായിരുന്നു. ബേസിക് മിനിമം വേജ് പോലും കൊടുക്കാൻ അവരോട് ആവശ്യപ്പെടാതെ, നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കാതെ, അവരുടെ ഇഷ്ടത്തിന് പ്രൈവറ്റ് സെക്ടർ വേണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ, അവിടെ പണിയെടുക്കുന്ന നേഴ്സുമാരുടെ, ANMമാരുടെ, മറ്റു തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാകണം. അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇന്ത്യൻ ഭരണഘടന ഈക്വാലിറ്റി, നേഴ്സുമാർ, ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും എല്ലാം ഒരു ശമ്പളം വേണമെന്നൊന്നും ആ ഒരു ആർഗ്യുമെന്റേ അല്ല. മിനിമം വേജ് ഉണ്ടാവണം, ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാവണം. പണ്ട് പാടശേഖരങ്ങളിൽ സ്ത്രീകൾ പണിയെടുക്കുമ്പോൾ അവരുടെ അവകാശ സംരക്ഷണത്തിനായി വന്നിരുന്ന പാർട്ടി ഇന്ന് തെരുവിൽ നേഴ്സ് കുഞ്ഞുങ്ങൾ പണിയെടുക്കുകയും അവരുടെ ശമ്പളം കൂട്ടണം എന്ന് പറഞ്ഞ് സമരം നടത്തുമ്പോൾ തിരിഞ്ഞു പോലും നോക്കാതെ പോകുന്ന ഒരു മന്ത്രിയാണ് ഇന്ന് ആ പാർട്ടി. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് സോഷ്യലിസം, എന്ത് കമ്മ്യൂണിസം ആണ് ഇവർ പ്രീച്ച് ചെയ്യുന്നത്. എനിക്ക് ഈ വിദ്യാർത്ഥികളോട്, ഈ സമരം നടത്തുന്ന നേഴ്സുമാരോട് എനിക്കിതേ പറയാനുള്ളൂ. നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യം സായിപ്പിനെ ഓടിച്ച പാരമ്പര്യം സമരത്തിലൂടെ, സായിപ്പിന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. യുദ്ധങ്ങൾ, അവകാശ സമരങ്ങൾ റിലൻഡ്ലെസ് ആയി നടന്നിരുന്ന ഒരു മണ്ണാണ് നമ്മളുടെ മണ്ണ്. സമരത്തിലൂടെ മാത്രമേ ഉള്ളൂ ഇത് നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അതിന് ശക്തമായ ഒരു ലീഡർഷിപ്പ് ഉള്ള, ഒരു പൊളിറ്റിക്കൽ വില്ലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരണം. അധികാരത്തിൽ വരികയും അവരുമായി, മാനേജ്മെന്റുമായി കൃത്യമായി നെഗോഷിയേറ്റ് ചെയ്യുകയും കൃത്യമായ, നിങ്ങൾ പറഞ്ഞ 40,000 രൂപ പോരാ കേരളത്തിൽ ജീവിക്കാൻ എന്നുള്ളതാണ് എന്റെ റീഡിങ്. 50,000 രൂപ മിനിമം വേജ് ആകണം. 50,000 രൂപ ഇതിൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ മാത്രമുള്ള അവരെടുത്താൽ മതിയെന്നേ. ബാക്കിയുള്ള ആളുകൾ രാജ്യം വിട്ടോട്ടെ. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ മൊത്തം എല്ലാവരും നാട് വിടുകയാണ്, മുഴുവൻ നേഴ്സുമാരും നാട് വിടുകയാണ്. ജീവിക്കാൻ മാർഗമില്ല അവിടെ. അങ്ങനെയല്ല, 50,000 രൂപ ശമ്പളം ഉണ്ടാവുകയും, മിനിമം 50,000 രൂപ ശമ്പളം ഉണ്ടാവുകയും അത് കൃത്യമായി കൊടുക്കുകയും ചെയ്താൽ അവർക്ക് ആവശ്യമുള്ള സ്റ്റാഫിനെ അവർ എടുത്താൽ മതി. ഇല്ലാത്തവരെ എടുക്കണ്ട.
പ്രൈവറ്റ് സെക്ടർ, അതുപോലെ ഈ സർക്കാർ മേഖലകളിൽ ഈ കാണിക്കുന്ന അക്രമം, പണിയെടുക്കുന്നവരോട് അങ്ങോട്ട് കാശ് മേടിക്കുന്ന ഈ അക്രമം, ഇത് ലോകത്ത് ഒരു ഡെമോക്രസിയിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ റഷ്യയിലുണ്ടായിരുന്നു എനിക്ക് അറിയത്തില്ല അന്നത്തെ കാലത്തെങ്ങാനും. ഞാൻ എൻ്റെ വായനകളിലൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോ കാണുമ്പോൾ അതിന് സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ 10 വർഷമായി ഈ നേഴ്സുമാരുടെ ശമ്പളത്തിൽ യാതൊരുവിധ റെഗുലേഷൻ നടത്താതെ, ഒന്നും ചെയ്യാതെ അവരെ കയറൂരി വിട്ടത് മാർഗരറ്റ് താച്ചറിനെ. ഇപ്പൊ ഇന്ന് ഞാൻ എന്റെ ബന്ധുവായ ഒരാൾ കാലിന്റെ ഒരു ഓപ്പറേഷൻ നടത്തുന്നതിന് 5 ലക്ഷം രൂപയാണ് പ്രൈവറ്റ് സെക്ടറിൽ കൊടുത്തത്. എൻ്റെ ഒരു സുഹൃത്തിന്റെ റിലേറ്റീവ് ഒരു കൊച്ച് പ്രൈവറ്റ് സെക്ടറിൽ ഒരു ട്രീറ്റ്മെന്റ് ഇന്നലെ കൊടുത്തത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്താ കൊടുത്തത്. എനിക്കറിയാതെ, ഞാൻ തന്നെ ഇടപെട്ട് എനിക്കറിയാവുന്ന ആളുകൾ വഴി സഹായിച്ചിട്ടുണ്ട്. ആ ഭീമമായ പണം ജനങ്ങളോട് കുത്തിപ്പിഴിച്ച് വാങ്ങുമ്പോൾ പണിയെടുക്കുന്നവന് ജീവിക്കാനുള്ള ശമ്പളം മേടിച്ചു കൊടുക്കുക എന്നുള്ളത് ഭരിക്കുന്ന രാഷ്ട്രത്തിന്റെയും ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെയും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും മോറൽ റെസ്പോൺസിബിലിറ്റി അല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ലീഗൽ റെസ്പോൺസിബിലിറ്റിയാണ്. അത് കൃത്യമായി ഈ മിനിമം വേജ് കൃത്യമായി അവർക്ക് കൊടുക്കാൻ, കൃത്യമായി അത് എൻഫോഴ്സ് ചെയ്യപ്പെടാൻ സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ സമരം നടത്തുന്ന മുഴുവൻ നേഴ്സുമാർക്കും എൻ്റെ എല്ലാ സോളിഡാരിറ്റി വൈൽ സിറ്റിംഗ് ഇൻ കേംബ്രിഡ്ജ്. നിങ്ങളുടെ ഫിസിക്കലി ഞാൻ അവിടെ ഇല്ല, പക്ഷേ മാനസികമായി നിങ്ങളുടെ ഒപ്പം ഞാനുണ്ട്. നിങ്ങളുടെ എന്ത് നിയമ പ്രശ്നത്തിനും എന്നാലാവാവുന്ന എന്താവശ്യത്തിനും ഐ വിൽ ബി വിത്ത് യു.